ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. കുസൃതിക്കുട്ടനും അറിവുള്ള മുത്തശ്ശൻ നായയും. ഒരിക്കൽ പൂക്കളും മരങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു വലിയ തോട്ടത്തിൽ ബ്രൂണോ എന്ന പേരുള്ള ഒരു ചെറിയ പട്ടിക്കുട്ടി താമസിച്ചിരുന്നു. സ്വർണ്ണ നിറത്തിലുള്ള തിളങ്ങുന്ന രോമങ്ങളും വലിയ നീലക്കണ്ണുകളുമുള്ള ബ്രൂണോയ്ക്ക് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാൻ കഴിയില്ലായിരുന്നു. എപ്പോഴും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും തോട്ടത്തിലൂടെ ഓടി നടക്കാനും അവന് വലിയ ഉത്സാഹമായിരുന്നു. അതേ തോട്ടത്തിൽ തന്നെ റെക്സ് എന്ന പേരുള്ള ഒരു വയസ്സായ വലിയ നായയും ഉണ്ടായിരുന്നു. റെക്സിന് നല്ല വെളുപ്പും ചാരനിറവുമുള്ള രോമങ്ങളായിരുന്നു. പ്രായമായതുകൊണ്ട് അദ്ദേഹം ഒരിടത്ത് തന്നെ ശാന്തനായിരിക്കാനും തോട്ടത്തിലെ കാഴ്ചകൾ നോക്കി കാണാനുമാണ് ഇഷ്ടപ്പെട്ടത്. ഒരു ശനിയാഴ്ച രാവിലെ വെയിൽ കാഞ്ഞു കിടന്ന റെക്സ് ബ്രൂണോയെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു, "കുഞ്ഞേ, നീ ഇത്ര വേഗത്തിൽ ഓടരുത്. ഈ തോട്ടത്തിൽ പലയിടത്തും വലിയ ചെളിക്കുഴികളും കൂർത്ത മുള്ളുകളുമുണ്ട്. സൂക്ഷിച്ചു നോക്കി വേണം നടക്കാൻ." എന്നാൽ ബ്രൂണോയ്ക്കത് കേൾക്കാൻ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു. മുത്തശ്ശിന് വയസ്സായതല്ലേ, അതുകൊണ്ടല്ലേ വേഗത്തിൽ ഓടാൻ പറ്റാത്തത്. എനിക്ക് നല്ല കരുത്തുള്ള കാലുകളുണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ് അവൻ കുതിച്ചു പാഞ്ഞു. അപ്പോൾ ഒരു മനോഹരമായ മഞ്ഞ ചിത്രശലഭം ബ്രൂണോയുടെ മുന്നിലൂടെ പറന്നുപോയി. അതിനെ പിടിക്കാനായി ബ്രൂണോ അതിന്റെ പിന്നാലെ കൂടി. ചിത്രശലഭം പൂക്കൾക്ക് മുകളിലൂടെയും വേലികൾക്ക് താഴെ കൂടിയും വേഗത്തിൽ പാറി നടന്നു. പെട്ടെന്ന് ആ ചിത്രശലഭം ഒരു വലിയ ചെളിക്കുഴിക്ക് മുകളിലൂടെ പറന്നുപോയി. വേഗത്തിൽ ഓടിവന്ന ബ്രൂണോയ്ക്ക് അവിടെ ഒരു വലിയ കുഴിയുണ്ടെന്ന് കാണാൻ കഴിഞ്ഞില്ല. ധും എന്ന ശബ്ദത്തോടെ ബ്രൂണോ നേരെ ആ ചെളിക്കുഴിയിലേക്ക് വഴുതി വീണു. അവന്റെ ഭംഗിയുള്ള സ്വർണ്ണ നിറത്തിലുള്ള രോമങ്ങളും പുതിയ നീല കോളറുമെല്ലാം ചെളിയിൽ മുങ്ങി. ബ്രൂണോയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും ആ കുഴിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അവൻ സങ്കടത്തോടെ ഉറക്കെ കരയാൻ തുടങ്ങി. ബ്രൂണോയുടെ കരച്ചിൽ കേട്ട് റെക്സ് മുത്തശ്ശൻ പതുക്കെ നടന്ന് അവിടെ എത്തി. അദ്ദേഹം തന്റെ വർഷങ്ങളായുള്ള അനുഭവം ഉപയോഗിച്ച് കുഴിയുടെ ഉറപ്പുള്ള വശത്തുകൂടി പതുക്കെ നടന്ന് ബ്രൂണോയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ബ്രൂണോയുടെ കഴുത്തിലെ കോളറിൽ പതുക്കെ കടിച്ചു പിടിച്ച് അവനെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. കരയ്ക്കെത്തിയ ബ്രൂണോയ്ക്ക് വലിയ നാണക്കേടും സങ്കടവും തോന്നി. അവൻ തല താഴ്ത്തി റെക്സിനോട് പറഞ്ഞു, "എന്നെ ക്ഷമിക്കണം മുത്തശ്ശ. മുതിർന്നവർ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ആപത്ത് പറ്റിയത്. എനിക്ക് നല്ല വേഗതയുണ്ടായിരിക്കാം, പക്ഷെ എവിടെയാണ് അപകടങ്ങൾ ഉള്ളതെന്ന് തിരിച്ചറിയാനുള്ള അറിവ് മുത്തശ്ശനാണുള്ളത്." റെക്സ് മുത്തശ്ശൻ അവനെ സ്നേഹത്തോടെ നക്കിത്തുടച്ചു. അന്നുമുതൽ ബ്രൂണോ മുതിർന്നവരുടെ വാക്കുകളെ ബഹുമാനിക്കാനും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും പഠിച്ചു. ഗുണപാഠം: മുതിർന്നവരുടെ അനുഭവങ്ങളും ഉപദേശങ്ങളും എപ്പോഴും വിലമതിക്കാനാവാത്തതാണ്. അത് നമ്മെ പല ആപത്തുകളിൽ നിന്നും രക്ഷിക്കും. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥയിൽ കാണാം.